ആയിരിക്കണം. കംപ്ലീറ്റ് എല്ലാം നമ്മുടെ തേങ്ങ കൊത്തും എല്ലാം എടുത്തിട്ട് നമ്മളെ ബീഫ് അടിപൊളി കിടിലായിട്ടിരിക്കണം. ഒന്ന് ജസ്റ്റ് നടച്ച് വെക്കുക. അതിൻ്റെ ചൂടൊന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാം. ജസ്റ്റ് ആ ചൂടോടെ കഴിക്കുന്നതിനെ കഴിഞ്ഞ് കുറച്ചൊന്ന് തണുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ഇതേപോലൊരു തുമ്പലയിൽ ഇങ്ങനെ കോരി വെക്കുക. വലിയ ഡെക്കറേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് ഇവനിങ്ങനെ കോരി വെക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ചിരട്ടപ്പുട്ട് മതി. എന്തിനാണ് കൂടുതൽ ഡെക്കറേഷനൊക്കെ? ഇത് തന്നെ ധാരാളം. ആഹാ, ഇനി ഇതേ ഇവനെ കൊണ്ട് അങ്ങോട്ട് പിടിക്കണം. കണ്ടോ, നമ്മുടെ നല്ല നല്ല വരണ്ടിയിരിക്കുന്ന നമ്മുടെ ബീഫും നല്ല അടിപൊളി പുട്ട്, നല്ല ചൂട് പുട്ടാണ്. ഇത് രണ്ടും കൂടെ കഴിച്ചാൽ ഇതിൻ്റെ കൂടെ കട്ടൻ അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. നേരത്തെ പറഞ്ഞ പോലെ തയ്യാറാക്കി നോക്കുമ്പോൾ